ഡോക്ടർ ഗോപകുമാർ, ഹിൻഡൻബർഗ് ഷെഡി ക്യാരക്ടറുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച് കമ്പനിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആൻറ്റി ഇന്ത്യൻ സ്ഥാപനം. ഭാരതത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ അസൂയ പൂണ്ട് നിരന്തരം ഭാരതവിരുദ്ധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ച് ബോധപൂർവം വിവാദങ്ങൾ തൊടുത്തുവിടുന്ന ഒരു സ്ഥാപനം. അതിനൊരു അജണ്ടയുണ്ട്. ആ അജണ്ട സൃഷ്ടിക്കുന്നതിൽ ഭാരതത്തിലുള്ളവരുടെ തന്നെ പ്രത്യക്ഷവും പരോക്ഷവുമായ സഹായ സഹകരണങ്ങൾ സ്വാഭാവികമായും ആ സ്ഥാപനത്തിന് ലഭിച്ചു കാണും. പാർലമെൻറ്റിനകത്തും പുറത്തും ഹിൻഡൻബർഗ് റിപ്പോർട്ടുകൾ പൊക്കിപ്പിടിച്ച് കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചത് രാഹുലാണ്. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ജോർജ് സോറോസുമായുള്ള രാഹുലിൻ്റെ ബന്ധം മറനീക്കി പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ ദേശവിരുദ്ധ ശക്തികളുടെ ഒരായുധമായി തന്നെയായിരിക്കില്ലേ ഹിൻഡൻബർഗ് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുണ്ടാവുക? എന്താണ് താങ്കളുടെ നിരീക്ഷണം? അല്ല, ആദ്യമായിട്ട് പറയാനുള്ളത് നമുക്കിതൊരു പാഠമാണ്. കാരണം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഏത് രാജ്യത്തിലും സമ്പദ് വ്യവസ്ഥ വളരുമ്പോൾ അത് അന്തർദേശീയമായിട്ട് മാത്രമേ പല കാര്യങ്ങൾക്കും ഇടപെടാൻ കഴിയുകയുള്ളൂ. പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിന് ശേഷം വാണിജ്യവും വ്യവസായവും ബാക്കി സമ്പദ് വ്യവസ്ഥയിലുള്ള എല്ലാ കണക്ഷൻസും അന്തർദേശീയവുമാണ്. അത് കയറ്റുമതി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇതോടൊപ്പം സാമ്പത്തികമായിട്ട് വളരുന്നൊരു രാജ്യത്തെ തകർക്കാൻ എപ്പോഴും കുൽസിത ശക്തികളുണ്ടാകും. അത് ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ പലപ്പോഴും പല സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ചൈന പോലെയുള്ള റെജിമെൻറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റീസിൽ മാത്രമേ ഇതിനെ മർക്കണമുഷ്ടിയോടുകൂടി അമർച്ച ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു നടപടിയും നിയമങ്ങളും എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടേതൊരു ജനാധിപത്യമാണ്. അതുകൊണ്ട് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ബന്ധങ്ങൾക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് പാഠമാണെന്ന് പറയാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ കക്ഷികളിൽ ചിലരെങ്കിലും തീർച്ചയായിട്ടും ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ഹിൻഡൻബർഗുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സ്ഥാപനവുമായിട്ട് അടുപ്പമുണ്ടെന്ന് മനസ്സിലാക്കി. വളരെ നേരത്തെ തന്നെ നമുക്കറിയാം ജോർജ് സോറോസിൻ്റെ താല്പര്യം ഭാരതത്തിൽ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ രാജ്യം സാമ്പത്തികമായിട്ട് മുന്നോട്ട് വളരുന്നൊരു ചുറ്റുപാടിൽ എങ്ങനെ തകർക്കാമെന്ന് ഒരു ഒളിഗാർക്കി ലോകത്തുണ്ട്. അത് അമേരിക്കയിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും കാണാൻ സാധ്യതയുണ്ട്. അത് ആ രാജ്യത്തിൻ്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ടിരിക്കണമെന്നില്ല. കാരണം ഇക്കാര്യത്തിൽ ചാരപ്രവർത്തനം ചെയ്യുന്ന സംഘടനകൾ വളരെയധികം ഉള്ളതുകൊണ്ട് ഈ അപകടം പിടിച്ച കാര്യങ്ങളിൽ ഇത്തരം ഏജൻസികൾ ഗവേഷണ സ്ഥാപനങ്ങളാണെന്നും സന്നദ്ധ സംഘടനകളാണെന്നും പറഞ്ഞ് മുന്നോട്ട് വന്ന് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഇവിടുത്തെ വിവരങ്ങൾ, പ്രത്യേകിച്ച് ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള വിവരങ്ങളൊക്കെ ചോർത്താനും അതോടൊപ്പം തന്നെ അകത്ത് ഒരു വലിയൊരു എതിരഭിപ്രായം ഉണ്ടാക്കാനും കഴിയുമെന്നുള്ളതാണ്. അത് അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ പട്ടാളത്തിന് വലിയ ഡയറക്റ്റ് റോൾ ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഇത്തരം കമ്പനികൾ, കോർപ്പറേറ്റ് കമ്പനികൾ അവർക്ക് മത്സരം നേരിടുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഇനി വരുന്ന സാമ്പത്തിക സാഹചര്യത്തിൽ അവിടുത്തെ സ്വകാര്യ സംരംഭകർക്ക് പ്രശ്നമുണ്ടാകുമെന്നുള്ള സംശയത്തിലോ അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം വല്ലാണ്ടങ്ങ് വലുതാകുമ്പോഴുണ്ടാകുന്ന മത്സരത്തിൻ്റെ പ്രശ്നങ്ങൾ, സാമ്പത്തിക മത്സരങ്ങളുടെ പ്രശ്നത്തിൽ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് കണക്കാക്കി മുൻകൂട്ടി ചെയ്യുന്നൊരു ആക്രമണം. ഞാൻ അതാണ് പറഞ്ഞത്, നമുക്കതൊരു പാഠമാണ്. ഇനി അങ്ങോട്ട് സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറുമ്പോൾ കൂടുതൽ ഇത്തരം ശത്രുക്കളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അത് എന്തുകൊണ്ട് അടച്ചു, എങ്ങനെ അടച്ചു, അതൊക്കെ നമുക്കിനി ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതൊരു ലെസണാണ്, ഇതൊരു പാഠമാണ്. പ്രത്യേകിച്ച് വിദേശ നയം, ദേശസുരക്ഷ, പ്രതിരോധം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പോൾ ഗൗതം അദാനിയുമായിട്ടുള്ള കാര്യത്തിലാണല്ലോ അതിനെക്കുറിച്ചുള്ള ചർച്ച ഇനി മറ്റുള്ളവർ തീർച്ചയായിട്ടും പറയും. പക്ഷേ നമുക്ക് എയർപോർട്ടുകൾ, തുറമുഖങ്ങൾ, പ്രതിരോധ കൈമാറ്റങ്ങൾ ചെയ്യാനും കയറ്റുമതി ഇറക്കുമതിയും ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ സിമൻറ്റ് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾക്ക്, ഇത്തരം കാര്യങ്ങൾക്ക് നമുക്ക് നാട്ടിലെ സ്വകാര്യ സംരംഭകരെയും മറ്റും വിശ്വസിച്ച് ഏൽപ്പിക്കണം. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്തർദേശീയ നിയമങ്ങളും രാജ്യത്തിൻ്റെ നിയമങ്ങളും പരിരക്ഷിച്ചു കൊണ്ടുവേണം മുന്നോട്ട് പോകാൻ. ഇതിനകത്ത് നമ്മൾ അബദ്ധത്തിൽ ചെന്ന് ചാടിയാൽ നമ്മൾ നേടിയ നേട്ടങ്ങളൊക്കെ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിൽ
എന്തായാലും അദാനിക്കെതിരെ ടാർഗറ്റ് ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റിനെതിരെയുള്ള ടാർഗറ്റ് തന്നെയാണെന്ന് നമുക്ക് ഈ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാം.